വൈകുന്നേരമായപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പാലില്ലായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചായ കുടിയൊക്കെ ഇച്ചിരി നേരത്തെയാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ സ്നാക്സ് ഒന്നുമില്ല, അതായത് കുറിക്കാനും ഒന്നുമില്ല, ചായക്ക് പാലുമില്ല. ഞാനാണെങ്കിൽ പാൽ ചായ കുടിക്കുള്ളൂ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ചായ കൊടുക്കാറുമില്ല. പക്ഷേ എനിക്കൊരാൾക്ക് വേണ്ടി പോവുകയാണ് കടയിലോട്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതായിട്ട് ഞാനും കുട്ടിയും. നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് പൊന്നൂസിനെ ഞങ്ങൾ വിളിച്ചില്ല, പൊന്നൂസ് വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കയറ്റമുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു മാവുണ്ട്, അതിൽ നിന്ന് വീണതാണ് കേട്ടോ ഈ മാമ്പഴം. ഭാഗ്യത്തിനൊന്നും പറ്റാത്ത മാമ്പഴമായിരുന്നു, പൊട്ടുകയോ ഒന്നുമില്ലായിരുന്നു, കിളി കൊത്തുകയോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്ക് സന്തോഷമായി. അപ്പോൾ അവിടെ തന്നെ പൊക്കത്തായിട്ട് വെച്ചു. വന്നിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് വരുന്ന വഴി എടുക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോണ വഴി ഇതാ അവിടെയൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇതേ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക ഉണ്ടായിട്ടും കാര്യമില്ല, ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയതുകൊണ്ട് ചക്കയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടമാതിരി ചക്കയൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളുടെ ഒന്നുമല്ല, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല നാടൻ കണ്ണങ്കായ എന്നാണ് കണ്ണമ്പഴം. അപ്പോൾ ഇത് കണ്ണങ്കായ പച്ച ഉള്ളപ്പോൾ കുഞ്ഞു ആൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് കണ്ണങ്കായ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ നാടനാണ് കേട്ടോ, പഴുത്തതാണ് കണ്ണങ്കായ. അതായത് കണ്ണമ്പഴം എപ്പോൾ കിട്ടിയാലും ഞാൻ മേടിക്കും കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകതരം ടേസ്റ്റുമാണ്, പിന്നെ വിലക്കുറവാണ്, പിന്നെ ഗുണമുള്ള സാധനമാണ്. പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ കണ്ണമ്പഴമാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ പഴത്തിനെ. പിന്നെ കടയുടെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും അതാ ഇങ്ങനെ പയറില്ലേ, നാടൻ പയർ, അത് പൊളിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് നന്നാക്കി ക്ലീൻ ചെയ്തിട്ടൊക്കെ അവർ ഇതേപോലെ കവറിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല കാര്യമല്ലേ, അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പണി മുടക്കില്ല. അപ്പോൾ ഞാൻ മേടിച്ചില്ല കേട്ടോ, കാരണം പയറൊക്കെ കഴിച്ച് മടുത്തിരിക്കണേണ്. ഇവിടെ പാടമൊക്കെ ഉള്ളതുകൊണ്ടേ എപ്പോഴും പയറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ കഴിച്ച് മടുത്തിരിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണ്, അങ്ങനെ പാക്കൊക്കെ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് ആൾക്കാർ മേടിക്കും അല്ലേ, എളുപ്പമല്ലേ, വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ നാടൻ പയറൊക്കെ കണ്ടു. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചപ്പോഴത്തേക്കും മഴ നന്നായിട്ട് പൊടിയാനൊക്കെ തുടങ്ങിയായിരുന്നു. ഭാഗ്യത്തിന് കാലം കൂടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. വന്ന വഴിക്ക് ഞങ്ങൾ മറന്നില്ലായിരുന്നു, ഇവക്കുട്ടിക്ക് നല്ല ഓർമ്മയായിരുന്നു. അങ്ങനെ പോയപ്പോൾ കിട്ടിയ നമ്മുടെ മാമ്പഴം നമ്മളിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് യുവക്കുട്ടിയെ എടുത്തു കേട്ടാ. എന്നിട്ട് നല്ല മധുരമാണ് കേട്ടോ ഇതിന്, നല്ല മധുരമാണ്, നല്ല സ്മെല്ലുമാണ്, നാടൻ മാമ്പഴം അല്ലേ. അപ്പോൾ പൊട്ടിയിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധൈര്യത്തോടെ നമുക്ക് കഴുകിയിട്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു മാമ്പഴം കിട്ടിയുള്ളൂ, തല്ലുപിടുത്തമായിരിക്കും ഇനി. അപ്പോൾ യുവക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ്. ഒരു കിട്ടിയ മാമ്പഴം കൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാട്ടിത്തരാം. ഈ 3 പഴം സെപ്പറേറ്റ് ഇരിക്കുന്നത് എന്താണെന്നറിയോ? ചേട്ടൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ. അത് കഴിച്ചില്ലായിരുന്നു, അവിടെ വെച്ച് വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴം മേടിച്ചു, പിന്നെ കുത്തരി മേടിച്ചു, അരി ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടി മാമ്പഴം കൂടി കാട്ടാൻ പറഞ്ഞിട്ടാ, അത് ഞങ്ങൾക്ക് കിട്ടിയതാണല്ലോ. പിന്നെ മീനച്ചാറ്, മിക്സ്ചർ, മുട്ട, ബിസ്ക്കറ്റ്, ഇതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം അലക്കി, 2 ദിവസമായിട്ട് അലക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അകത്തിടാനും സ്ഥലമില്ല, പുറത്തിടാനും പറ്റാത്ത അവസ്ഥ, മഴയല്ലേ. അപ്പോൾ ഡ്രൈ ആക്കി ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഇന്നത്തെ അലക്കാനുള്ളത് വൈകിയാണ് അലക്കാൻ ഇട്ടത് തന്നെ. അലക്കിയിട്ടും കാര്യമില്ലല്ലോ, നേരത്തെ അലക്കിയിട്ടും കാര്യമില്ല, കാരണം പൊക്കത്തൊന്നും വെയിൽ ഉണ്ടാവാറില്ല, ഇപ്പോൾ മഴയാണ് മൊത്തം. അങ്ങനെ പണിയൊക്കെ, അതായത് അലക്കാനൊക്കെ ഇട്ടു, ഡ്രൈ ആക്കാനുള്ളതൊക്കെ ഡ്രൈ ആക്കി, പിന്നെ ഫാൻ്റെ അടിയിൽ രാത്രിയൊക്കെ ഇട്ടിട്ട് കിടക്കും. അങ്ങനെയാണ് തുണി ഉണക്കി എടുക്കണത്. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കൈയോടെ കഴുകി വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചൂടോടെ. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ ഇനി ഭംഗി ആസ്വദിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചായ ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. അപ്പോൾ ആദർശിന് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആദർശിന് പണിയില്ലായിരുന്നു, ഓട്ടോ ഓടണമായിരുന്നു. ഓട്ടവും കുറവാണ് മഴയൊക്കെ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിയണം പെയിൻറ്റിങ് പണി കിട്ടണമെങ്കിൽ. അപ്പോൾ ഓട്ടോ ഓടണേണ് ഇപ്പോൾ. അപ്പോൾ ചായ കുടിക്കണേണ് ഞങ്ങൾ, കട്ടൻ ചായ ആദർശിനും, പാൽ ചായ എനിക്കും. പണ്ട് ഞാൻ എപ്പോഴും മിച്ചർ എന്നാണ് കേട്ടോ പറയണത്. പിന്നെ വിവരവും ബോധമൊക്കെ വെച്ചപ്പോഴാണ് മിക്സ്ചർ എന്നാണെന്ന് മനസ്സിലായത്. എന്നാലും ഇപ്പോഴും നമ്മൾ പറഞ്ഞ് ശീലിച്ച കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടാണ്. മിച്ചർ എന്ന് ഞാൻ ഇടക്ക് ഇപ്പോൾ മറ്റേ വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിലും മിച്ചറിന് ഇടക്ക് പറഞ്ഞിട്ട് ഞാൻ അത് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ, അതായത് വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട്, അതായത് ഇങ്ങനത്തെ കുട്ടി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക, ചായ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.